എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്നത് ഹാസ്, ഹാവ്, ഹാഡ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഹാസ് ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെ കൂടിയാണ് ഹാസ് ചേർക്കേണ്ടതെന്നും ഐ, യു, വി, ദേ ഇവയുടെ കൂടിയാണ് ഹാവ് ചേർക്കേണ്ടത് എന്നും ഇവയെല്ലാത്തിൻ്റെയും കൂടെ ഹാഡ് ചേർക്കാമെന്നുമാണ് നമ്മൾ പഠിച്ചത്. ഇനി ഈ ഹാസിൻ്റെയും ഹാവിൻ്റെയും ഹാഡിൻ്റെയും കൂടെ ബീൻ ചേർത്താൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ആണ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഞാനൊരു ടെൻസ് പറയാം. അത് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആകില്ലെങ്കിൽ ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അതായത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ഇത് രണ്ടും ജസ്റ്റ് അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. അതായത് പ്രസൻറ്റ് നടന്നുകൊണ്ട് ഇരിക്കുന്നതും പാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതും എന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ, ഇതിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഹാസ് ബീൻ, ഹാവ് ബീൻ എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഹാഡ് ബീൻ ആണെന്നും മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ? ഇനി സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. അതായത് ഹാസ് ബീൻ, ഹാവ് ബീൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചത് അത് സ്റ്റിൽ കണ്ടിന്യൂയിങ് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു കാര്യം തുടങ്ങിയത് ഇപ്പോഴും അത് തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ഹാഡ് ബീൻ പാസ്റ്റിൽ തന്നെ തുടങ്ങി പാസ്റ്റിൽ തന്നെ അവസാനിച്ച ഒരു കാര്യത്തെ പറ്റി പറയുമ്പോഴാണ് ഉപയോഗിക്കുക. ഇപ്പോൾ അത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ എക്സാമ്പിൾസ് പറയുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാകും. ഓക്കെ, ആദ്യം നമ്മൾ ഹാസ് ബീൻ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ 3 days. അവൾ 3 ദിവസമായി കാത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോഴും അവൾ കാത്തിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഷീ ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 5 hours. അവൾ 5 മണിക്കൂറായി ഉറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഹി ഹാസ് ബീൻ ക്രൈങ് ഫോർ an hour. അവൻ 1 മണിക്കൂറായി കരയുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഹി ഹാസ് ബീൻ ഇൽ ഫോർ എ വീക്ക്. അവൻ ഒരാഴ്ചയായി അസുഖബാധിതനാണ്. ഷി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ ഷോപ്പ് ഫോർ മോർ ദാൻ 5 years. അവൾ 5 വർഷത്തിലധികമായി കടയിൽ ജോലി ചെയ്യുന്നു. ഷി ഹാസ് ബീൻ സിംഗിങ്. അവൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് നമുക്ക് ഹാവ് ബീൻ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. ഐ ഹാവ് ബീൻ വർക്കിംഗ് ആസ് എ മാനേജർ ഫോർ 10 years. ഞാൻ 10 വർഷമായി മാനേജറായി ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ഐ ഹാവ് ബീൻ ലിവിങ് ഹിയർ ഫോർ 5 years. ഞാൻ 5 വർഷമായി ഇവിടെ താമസിക്കുന്നു. ദേ ഹാവ് ബീൻ ടോക്കിംഗ് ഫോർ എ കപ്പിൾ ഓഫ് hours. അവർ 2 മണിക്കൂറായി സംസാരിക്കുന്നു, ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് ബീൻ മാരീഡ് നിയർലി 30 years. അവർ വിവാഹിതരായിട്ട് ഏകദേശം 30 വർഷമായി. വി ഹാവ് ബീൻ സ്പെൻഡിങ് ടൈം ടുഗദർ ഫോർ എ ഫ്യൂ മന്ത്സ്. ഞങ്ങൾ കുറച്ച് മാസങ്ങളായി ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് ഹാഡ് ബീൻ എങ്ങനെ ഉപയോഗിക്കാം നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഹാഡ് ബീൻ കഴിഞ്ഞ പാസ്റ്റ് ടെൻസാണ്. അതായത് ഒരു കാര്യം ആക്ഷൻ പാസ്റ്റിൽ തന്നെ തുടങ്ങി പാസ്റ്റിൽ തന്നെ അവസാനിക്കുന്നതിനാണ് ഉപയോഗിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഐ ഹാഡ് ബീൻ വർക്കിംഗ് ആസ് എ പ്രൊഫസർ വെൻ ഐ ക്വിറ്റ് മൈ ജോബ്. ഞാൻ ജോലി ഉപേക്ഷിക്കുമ്പോൾ ഞാനൊരു പ്രൊഫസറായി ജോലി ചെയ്യുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് തന്നെ നടന്നതാണ്, കഴിഞ്ഞ കാര്യങ്ങളാണ്, പ്രൊഫസറായി മുമ്പ് ജോലി ചെയ്തതാണ്, അത് ജോലി ഉപേക്ഷിക്കുകയും ചെയ്തു.
She had been waiting for 1 hour when the doctor finally arrived. ഒടുവിൽ ഡോക്ടർ എത്തുന്നത് വരെ അവൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. സംഭവമെല്ലാം കഴിഞ്ഞതാണെന്ന് അർത്ഥം. They had been playing cricket on that ground before it started to rain. മഴ പെയ്യുന്നതിന് മുമ്പ് അവർ ആ മൈതാനത്ത് ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതിൽ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് ഹാസ്, ഹാവ്, ഹാഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കഴിഞ്ഞ ലാസ്റ്റ് ഫ്രൈഡേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ ഹാസിൻ്റെ കൂടെ ഹാസ് ബീൻ, ഹാവിൻ്റെ കൂടെ ബീൻ, ഹാഡിൻ്റെ കൂടെ ബീൻ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇതിലും ഇൻട്രസ്റ്റ് ഉള്ള വിഷയവുമായിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം വരുന്ന ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം UAE ടൈം 4 o'clock, ഇന്ത്യൻ ടൈം 5:30 ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എൻ്റെ കമൻറ്റ് കോളത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ see you.